ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വാട്സപ്പ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്തതായിട്ട് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിനായിട്ട് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് റേഷ്യോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ആയതുകൊണ്ട് 1:1 എന്നുള്ള റേഷ്യോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളൊരു മീഡിയ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കേണ്ട ഫോട്ടോ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അതിനായി ഞാൻ സ്റ്റോറേജിൽ പോയതിന് ശേഷം ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ റെഡി കൊടുത്തിട്ടുണ്ട്, ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഒരു 30 സെക്കൻഡിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. സ്റ്റാറ്റസ് ആയതുകൊണ്ടാണ് നമ്മൾ 30 സെക്കൻഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 30 സെക്കൻഡിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ക്രോപ്പിംഗ് എന്നുള്ള ഓപ്ഷനിൽ പോയതിന് ശേഷം ഇത് രണ്ടും ഈക്വൽ ആക്കി കൊടുക്കുന്നുണ്ട് സ്ക്രീനിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഓക്കെ ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു എഫക്റ്റ് കൊടുക്കണം. ഫ്രണ്ടിൽ നമ്മൾ ഒരു BGM പോലത്തെയോ അല്ലെങ്കിൽ മറ്റും എഫക്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മീഡിയ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ആദ്യം തന്നെ ഒരു എഫക്റ്റിൻ്റെ ലെയർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത എഫക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലെയറിൽ നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള ഭാഗങ്ങൾ വേണ്ട. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ഈ ഒരു ഫോട്ടോയുടെ മുകളിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും ഡ്യൂറേഷൻ നമ്മൾ 30 സെക്കൻഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും നമ്മൾ പുറകിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഫോട്ടോ എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ ആ ഫോട്ടോ എവിടെ പോയി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ സെക്കൻഡ് ലെയറായ എഫക്റ്റിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും. അതിൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ബാക്കിലുള്ള ആ ഒരു ഫോട്ടോ നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നത്, അതായത് അതിലുള്ള എഫക്റ്റിലുള്ള ബാക്ക് സ്പോട്ട് എല്ലാം ബ്ലെൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇതുപോലെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മ്യൂസിക് ലെയറിൽ പോയതിന് ശേഷം ആവശ്യമായിട്ടുള്ള മ്യൂസിക്സ് ആഡ് ചെയ്യാം. ഓഡിയോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ആവശ്യമില്ലെങ്കിൽ ആ ഓഡിയോ നമുക്ക് ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ വീഡിയോയുടെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് നമ്മളുടെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മളുടെ ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആളുകളുടെ ഫോട്ടോ വെച്ചിട്ടൊക്കെ നമുക്ക് അടിപൊളി ഒരു സ്റ്റാറ്റസ് വീഡിയോസ് മേക്ക് ചെയ്യാവുന്നതാണ്, വളരെ സിമ്പിളായി തന്നെ. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഇൻട്രോ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് ഇനി ഭാവിയിൽ വരുന്നുമുണ്ട്, ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കണം എന്നിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം.